നോൺ വെജിറ്റേറിയൻസ് കഴിക്കുന്നവർക്ക് വെജിറ്റേറിയൻസിനേക്കാൾ മസിൽ ഉണ്ടാകുന്നു എന്നാൽ നമുക്ക് നോക്കിയാലോ. മൃഗങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻ മസിൽ നല്ലതാണോ? അതുപോലെ കടല, പയറ്, സോയാബോൾ എന്നിവയെ കഴിക്കുന്നതിന്റെ വ്യത്യാസം എന്തായിരിക്കും? മസിൽ ഉണ്ടാകുന്നതിനെ പറ്റി റിസർച്ചുമാർ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ വെജിറ്റേറിയൻസിനേക്കാളും കൂടുതൽ മസിൽ മാസ് നോൺ വെജിറ്റേറിയൻസിന് കിട്ടും. പോരാതെ അവരുടെ ബോഡി ടൈപ്പ് എപ്പോഴും ലീൻ ആൻഡ് മസ്കുലറും ആയിരിക്കും. എന്നാൽ വെജിറ്റേറിയൻസിന് ഫാറ്റ് ഡെപ്പോസിഷൻ അധികമായിരിക്കും. ഇതിന്റെ മെയിൻ കാരണം പ്രോട്ടീന്റെ ബയോ അവൈലബിലിറ്റിയാണ്. നമ്മൾ 100 ഗ്രാം സോയ ചങ്ക്സ് 50 ഗ്രാം പ്രോട്ടീൻ കിട്ടുമെന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ അബ്സോർപ്ഷൻ കിട്ടുന്ന പ്രോട്ടീൻ ലെവൽ വളരെ കുറവായിരിക്കും. ഇവിടെ കൂടുതലും കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് ഡെയിലി നമ്മളിങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ ഈ വെജിറ്റേറിയൻസ് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോ ഫാറ്റ് പനീർ കൺസ്യൂം ചെയ്യാം, അതുപോലെ വേ പ്രോട്ടീൻ ഐസൊലേറ്റ് കൺസ്യൂം ചെയ്യാം. എങ്ങനെ ആയിരുന്നാലും നമ്മൾ ഒരു ദിവസത്തെ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യണം. ഇപ്പൊ ഒരു നോർമൽ വ്യക്തിയാണെങ്കിൽ ബോഡി വെയിറ്റിന് 1 ഗ്രാമും, അതുപോലെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ബോഡി വെയിറ്റിന് 1.5 ഗ്രാമും, അതുപോലെ ഒരു ഇന്റർമീഡിയറ്റ് പേഴ്സൺ ആണെങ്കിൽ ബോഡി വെയിറ്റിന് 2 ഗ്രാമും, അതുപോലെ ഒരു അഡ്വാൻസ് ലെവൽ പേഴ്സൺ ആണെങ്കിൽ 2.5 ഗ്രാമും കൺസ്യൂം ചെയ്യേണ്ടി വരും. ഇക്കാര്യങ്ങൾ നിങ്ങളെ വെജിറ്റേറിയൻ ചങ്ക്സുകാർക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ?